അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഊസീകും വഇയ്യായ അവലം ബിത്തഖ്വല്ലാഹ്. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തികച്ചും കാലികമായ വർത്തമാനകാലത്ത് ഏറെ ചർച്ച അനിവാര്യമായ മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകൾ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഇൻഷുറൻസ് എന്നുള്ളത്. ജനിക്കുന്നത് മുതൽ മരണം വരെ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ, തൊഴിൽ, യാത്രാ മേഖലകളിലൊക്കെയും മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇൻഷുറൻസ്. മനുഷ്യൻ പല നിലക്കും അതിന് പങ്കാളികളാകേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു മോഡൽ സെമിനാർ 60ഓളം വരുന്ന വഫിയ കോളേജുകളിലെ കർമ്മശാസ്ത്ര മേഖലകളിൽ, ചർച്ചാ മേഖലകളിൽ താല്പര്യമുള്ള, കഴിവുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ലജ്ന അൽ ഇസ്ലാമിയ, CACക്ക് കീഴിൽ നടക്കുന്ന ഒരു റിസർച്ച് സെൽ. കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ ചർച്ചകൾ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ലജ്നത്തുൽ ബുഹ്ത്തുൽ ഇസ്ലാമിയ. തഅദ്ദുദുൽ ജുമഅയും ഖാലി സക്കാത്ത് ശേഖരണ വിതരണ അധികാരവും മലിനജല ശുദ്ധീകരണം തുടങ്ങിയുള്ള പലതും അങ്ങനെ സമർപ്പിക്കപ്പെടുകയും പലതും അത് അസംഭവ്യമെന്ന് കരുതിയിരുന്ന പലതും കൊറോണ നമ്മെ അതിലേക്ക് അടുപ്പിക്കുകയും അത് കേരളക്കരയിൽ നാം ഈ നിലകൊള്ളുന്ന കൊച്ചിയിലടക്കം പ്രായോഗികവൽക്കരിക്കപ്പെടുകയും ചെയ്തതായി നമുക്കറിയാം. ഒരു ഫസ്റ്റ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ച അല്ല CACയുടെ ലജ്നത്തുൽ ബുഹ്ത്തുൽ ഇസ്ലാമിയ എന്നുള്ളത്. അത് 1-2 മാസങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ ചർച്ചകൾ നടക്കുകയും വളരെ ഓപ്പണായിക്കൊണ്ട് തന്നെ ചർച്ചകൾ നടക്കുകയും ആർക്കും അതിനെക്കുറിച്ച് അവരവരുടെ നോട്ടത്തിലെത്തിയ ഏത് മേഖലയിൽ ചർച്ച ചെയ്യുന്നോ ആ മേഖലയിൽ ആധികാരികമായി സ്വീകരിക്കപ്പെടുന്ന അടിസ്ഥാന പാരമ്പര്യ ഗ്രന്ഥങ്ങൾ, ചർച്ചാ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് അതിൻ്റെ ചർച്ച നടക്കാറുള്ളത്. ഇന്നിവിടെ ചർച്ച നടക്കുന്നത് ഇൻഷുറൻസിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്നുള്ളതാണ്. 4 മദ്ഹബുകളിൽ ഒതുങ്ങിക്കൊണ്ട് ചർച്ചകൾ നടത്താവുന്നതാണെങ്കിലും നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ ഷാഫി മദ്ഹബിൽ എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന ഷാഫി മദ്ഹബിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഈ വിഷയത്തിൽ ഇവിടെ സെമിനാറായി അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളത്. 3 പാർട്ടായാണ് ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഒന്നാം പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം അവതരിപ്പിക്കുന്നത് സലാഹുദ്ദീൻ വാഫി കാടേരിയാണ്. ഇൻഷുറൻസ് എന്താണ് എന്നും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നും ഏതൊക്കെ മേഖലകളിൽ അത് വരുന്നു എന്നതിനെക്കുറിച്ചും സദസ്സിന്, കേൾവിക്കാർക്കൊരു ബോധമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് അതിൻ്റെ ദൗത്യം. രണ്ടാമത് നമ്മുടെ മെയിൻ ഭാഗമാകുന്ന ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണം എന്ന ആ കോറിൽ നിന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ലുക്മാൻ അസ്ഹരി വാഫി അവരാണ്. മൂന്നാമത്തെ പാർട്ട് നിലവിൽ കേരളത്തിൽ അകത്തും പുറത്തുമൊക്കെയായി ഇൻഷുറൻസ് ചർച്ച ചെയ്ത ഇടങ്ങളിൽ വന്നിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളുടെ ഷാഫി ഫിഖ്ഹ് അനുസരിച്ചുള്ള നിരീക്ഷണ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിലേതെല്ലാം സ്വീകാര്യയോഗ്യമായ പ്രമാണങ്ങൾക്ക് അടിസ്ഥാന യോഗ്യമായി സ്വീകരിക്കാവുന്നത് ഉണ്ട് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് മൂന്നാമത്തെ പാർട്ടിൽ അവതരിപ്പിക്കുന്നത്. അത് റഷീദ് വാഫിയാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രൊസീഡിയത്തിലുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി യാദവനാട്, ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ ബാഖവി, ഇബ്രാഹിം ഫൈസി ഉഗ്രപുരം, മുഹമ്മദ് റഹ്മാനി, മുർഷിദ് വാഫി, സ്വാലിഹ് വാഫി തുടങ്ങിയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പ്രൊസീഡിയത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദീനിൻ്റെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്
ഈ വാഫി സെമിനാർ അല്ലെങ്കിൽ ഈ ഒരു സെമിനാറിൻ്റെ ലക്ഷ്യം തന്നെ ഈ ഇരിക്കുന്ന കുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് സെമിനാറുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയൊക്കെ ആകാമെന്നതിനെക്കുറിച്ചുമുള്ള ഒരു ബോധം നൽകുക എന്നുള്ളതാണ്. ഒരു മോഡൽ സെമിനാറുകളാണ് ഇത്തരം ഇവിടെയൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യപ്പെടുന്നത്. അഭിപ്രായങ്ങൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആളുകൾ, മറു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാൻ കൂടി സന്നദ്ധമായിക്കൊണ്ടാണ് ലജ്നയുടെ പൊതുവെ ഉള്ള ചർച്ചാ സദസ്സുകൾ സംഘടിക്കപ്പെടാറുള്ളത്. അതുപോലെ തന്നെ ഒരു മോഡൽ സെമിനാർ ഇവിടെ ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. അതിലുള്ള സശ്രദ്ധം അത് വീക്ഷിക്കണമെന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ മോഡൽ സെമിനാറിന് അതിൻ്റെ 1ാം പാർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സലാഹുദ്ദീൻ വാഫി കാടേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ ശ്രോതാക്കളെ, ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണം എന്നുള്ള ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നത്, ആരംഭിക്കുന്നത്. മറ്റു ആമുഖങ്ങളില്ലാതെ വിഷയത്തിൻ്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് എന്നത് അനേകം ഡെഫിനിഷൻസ് അതിന് വന്നിട്ടുണ്ടെങ്കിലും വളരെ ലളിതമായി പറഞ്ഞാൽ അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി, അതും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ നടത്തുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ്. അതനുസരിച്ച് ഒരു വ്യക്തി ഒരു സംഖ്യ, പ്രീമിയമെന്നോ ഡൊണേഷൻ എന്നോ ഒക്കെ പറയാവുന്ന ഒരു സംഖ്യ, അത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നു. ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ പോളിസിയിൽ ചില വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ വാഗ്ദാനങ്ങൾ ആവശ്യമാകുന്ന സമയത്ത് അപകടങ്ങൾ, രോഗങ്ങൾ, മറ്റു സാമ്പത്തിക നഷ്ടങ്ങൾ എന്താണോ പറയപ്പെട്ടത് അതുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പരിഹാരമോ ഒക്കെ നൽകുക എന്നുള്ളതാണ് ഇൻഷുറൻസിൽ പൊതുവെ നടക്കുന്ന ഒരു പ്രവർത്തനം. അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഇൻഷുറൻസിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം. സാമ്പത്തിക ബാധ്യത ഒരാൾക്ക് വരുമ്പോൾ അത് ലഘൂകരിക്കാൻ, അത് ഷെയർ ചെയ്യപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇൻഷുറൻസിൻ്റെ തുടക്കം മുതലുള്ള അതിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷുറൻസിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ദീർഘമായിട്ട് പറയുന്നില്ല. പുരാതന ചൈനയിൽ, ബാബിലോണിയയിൽ, ഇന്ത്യയിലൊക്കെ വ്യാപാരികളാണ് ഇത്തരം ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഒരു രീതി തുടങ്ങിയത്. അതുപോലെ പുരാതന ഗ്രീസിലൊക്കെ കൊളീജിയ എന്നുള്ള പേരിൽ ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാളുടെ കബറക്കം കഴിയുമ്പോൾ അവിടെ ഒരു സമിതി, സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു സൊസൈറ്റികൾ പണം സ്വരൂപിച്ച് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഈ രീതിയിലൊക്കെ പുരാതന കാലം മുതൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു ഷെയറിങ്, പ്രയാസം പരസ്പരം പരിഹരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നീടത് മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 12-14 നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഇറ്റലി, റോം ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ്, പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട് കടലിലൂടെയുള്ള ഗതാഗതം, ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട വ്യാപാരികളിലാണ് ഇങ്ങനെയൊരു സംഗതി തുടങ്ങുന്നത്. അത് പിന്നീടുള്ള വർഷങ്ങളിൽ
വ്യാവസായിക വിപ്ലവവും ഒക്കെ കൂടുതൽ സജീവമായപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പർട്ടി ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസുകൾ, ആരോഗ്യ ഇൻഷുറൻസുകൾ തുടങ്ങിയത് ഓരോ കാലത്തും അത് വർദ്ധിച്ചു വന്നു. 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ സർക്കാരുകൾ തന്നെ അതിന് കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും മാത്രമല്ല സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ രീതിയിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങളൊക്കെ തുടങ്ങുകയുണ്ടായി. ഇന്ന് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പഴയ കാലത്ത് അതൊരു പരസ്പര സഹായത്തിനും ഒക്കെ തുടങ്ങി വെച്ച സംവിധാനം ഇന്ന് അത് തന്നെ വലിയൊരു ഇൻഡസ്ട്രിയായി, വലിയൊരു വ്യവസായ മേഖലയായി, ഈ ഒരു രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ പ്രധാനപ്പെട്ടൊരു വിഭാഗമായിട്ട് ഇൻഷുറൻസ് ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ റിസ്ക് പങ്കിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് തുടങ്ങിയതെന്ന് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് കടൽ യാത്ര, ഞാൻ പറഞ്ഞു കടൽ യാത്രയിൽ പലപ്പോഴും പഴയ കാലത്ത് കടൽ യാത്രകൾ സുരക്ഷിതമല്ല. കടലിൽ പലപ്പോഴും കപ്പൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ആ ചരക്കുകൾക്കൊരു സംരക്ഷണം കിട്ടാൻ, അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടം എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ തുടക്കമുണ്ടായത്. ഇങ്ങനെ ചരിത്രം പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിലും ഈ റിസ്ക് പങ്കിടുന്ന ഒരു രീതി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാവരും കൂടി പരിഹരിക്കുന്ന ഒരു രീതി ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബുഖാരി, മുസ്ലിമൊക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നൽ അശ്അരിയീന ഇദാ അർമലു ഫിൽ ഗസ്വി ഔ ഖല്ല തുആമു ഇയാലിഹിം ബിൽ മദീന ജമഉ മാ കാന ഇൻദഹും ഫി സൗബിൻ വാഹിദിൻ ثم قسموه بينهم في إناء واحد بالسوية فهم مني وأنا منهم. അശ്അരി ഗോത്രം, ആ വിഭാഗങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ ഭക്ഷണം കുറവ് വന്നാൽ, ഇല്ലാതെയായാൽ, അല്ലെങ്കിൽ അവർ മദീനയിലായിരിക്കെ തന്നെ അവരുടെ ഭക്ഷണത്തിന് കുറവ് വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരുടെയും ഭക്ഷണം ഒരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടുന്നു. അതിൽ കുറച്ച് കൊടുക്കുന്നവരുണ്ട്, കൂടുതൽ കൊടുക്കുന്നവരുണ്ട്. എന്നിട്ടത് തുല്യമായിട്ട് എല്ലാവരും തമ്മിൽ വീതിച്ചെടുക്കുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ അതിലേക്ക് കൊടുത്ത ആളുകൾക്ക് കൊടുത്തതിനേക്കാൾ കുറച്ചാണ് കിട്ടുന്നത്, കുറച്ച് കൊടുത്ത ആളുകൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതലാണ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെയൊരു സംവിധാനം എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞത്, അവർ എന്നിൽപ്പെട്ടവരാണ്, ഞാൻ അവരിൽപ്പെട്ടവനുമാണ് എന്ന് വെച്ചാൽ അത് അമ്പിയാക്കളുടെ ഒരു സ്വഭാവമാണ്. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അത് കൂടുതൽ കുറവ് എന്നതിലപ്പുറം അതിനെ പരസ്പരം സഹകരിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പേപ്പറുകളിൽ ഇത് വരും. അതുപോലെ തന്നെ ഇസ്ലാമിൽ നമ്മൾ മറ്റൊരു നിയമം കാണാം. ഒരു വ്യക്തി അബദ്ധത്തിൽ ആരെയെങ്കിലും വധിച്ചു കളഞ്ഞാൽ, ഒരു അബദ്ധത്തിൽ കൊലപാതകം നടന്നാൽ, ആ കൊലപാതകത്തിന് പകരമായിട്ട് ഇയാളെ കൊല്ലാൻ പറ്റില്ല. പകരം നൽകേണ്ടത് ബ്ലഡ് മണി നൽകുക എന്നുള്ളതാണ്, ദിയത്ത് നൽകലാണ്. ഈ ദിയത്ത് നൽകുന്ന സമയത്ത് അബദ്ധം സംഭവിച്ച വ്യക്തി മാത്രമല്ല, മസ്അലത്തുൽ ആഖില നമുക്കറിയുന്ന മസലയാണ്, ആ വ്യക്തി മാത്രമല്ല നൽകുന്നത്, ആ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ രക്തബന്ധുക്കളായ പല ആളുകളും ചേർന്നിട്ട് ആ ദിയത്തിലേക്ക് എല്ലാവരും പങ്കാളിയാവുന്നു. യഥാർത്ഥത്തിൽ ഒരാൾക്കാണ് അബദ്ധം പറ്റിയത്, അതിൽ നഷ്ടം പരിഹരിക്കാൻ എല്ലാവരും പങ്കാളിയാവുന്ന സംവിധാനം ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലും ഇതിൻ്റെ തുടക്കത്തിലുമൊക്കെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു ബേസിക് രൂപങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനെ മറ്റൊരു വശത്തിലേക്ക് പറയുമ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഇൻഷുറൻസിന് പറയാനുള്ളത്. അത് നമ്മൾ മസലുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അത് അടുത്ത അവതരണത്തിൽ പറയും. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആണ്, മറ്റൊന്ന് നോൺ ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് ബന്ധപ്പെടുന്നത് മരണവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തി മരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മരണം ബന്ധപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ കോൺട്രാക്റ്റുകളും അതിൻ്റെ ഇടപാടുകളൊക്കെ നടക്കുന്നത്. മരിക്കുമ്പോഴാണ് കിട്ടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള ഇൻഷുറൻസുകളിൽ ആ തുക കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം മരണം ഉറപ്പാണ്. മറ്റൊന്ന് നോൺ ലൈഫ് ഇൻഷുറൻസിന് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയും. ആരോഗ്യ ഇൻഷുറൻസുകൾ, വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, ഇതൊക്കെ അതിലാണ് പെടുന്നത്. അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ, നമുക്ക് ഉറപ്പില്ല സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്, സംഭവിച്ചാൽ മാത്രം തിരിച്ചു കിട്ടുന്ന രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസുകളാണ്. ഇതിൽ ഓരോന്നിലും ധാരാളം വിഭാഗങ്ങൾ ഉള്ളിൽ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒന്നുകിൽ അത് നോൺ ലൈഫ് അല്ലെങ്കിൽ ലൈഫ്, ഈ രണ്ട് തരത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. മരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ലൈഫാണ്, മരണമല്ലാതെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത്
ജനറൽ ഇൻഷുറൻസിൻ്റെ വിഭാഗങ്ങളിലാണ് പെടുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ വിശദവിവരങ്ങൾ ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രണ്ട് വിഭാഗത്തിലായിട്ടാണ് ഏത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. ചുരുക്കത്തിൽ ഈ കാലത്ത് നമുക്കറിയാം ചികിത്സാ ചെലവുകൾ പലപ്പോഴും പലർക്കും താങ്ങാൻ സാധിക്കുന്നില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾ ചികിത്സയുടെ പേരിൽ തറവാടൊക്കെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്. വാഹനങ്ങളില്ലാതെ നമുക്കാർക്കും ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു പുതിയ സംരംഭം, വ്യവസായം ഒക്കെ തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ ധാരാളം വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ കാലത്തിലുള്ളത്. ഇൻഷുറൻസുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ തന്നെ പ്രയാസമുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഇതുവരെ കേട്ടതനുസരിച്ച് എല്ലാ ഇൻഷുറൻസും ഹറാമാണ് എന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറയേണ്ടതുണ്ടോ? അതല്ല, നമ്മുടെ ഫിഖ്ഹ്, നമ്മുടെ ശരീഅത്ത് അനുവദിക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഇൻഷുറൻസുകളെ ഉൾപ്പെടുത്തിയിട്ട് അത് അനുവദിക്കാൻ വല്ല സാഹചര്യവുമുണ്ടോ? അത്തരം കാര്യങ്ങളാണ് അടുത്തുള്ള പേപ്പറുകൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ കാരണങ്ങൾ നമ്മുടെ ഫിഖ്ഹിൻ്റെ നിയമമനുസരിച്ച് ആ കാരണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന കാരണങ്ങളാണോ, അതല്ല ആ കാരണങ്ങൾ ഇതിൻ്റെ ഇടപാടുകളെക്കുറിച്ച് മനസ്സിലാക്കിയതുള്ള പ്രശ്നം കൊണ്ടാണോ? അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന പേപ്പറുകൾ ചർച്ച ചെയ്യും. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടി വരുമ്പോൾ കുറ്റബോധമില്ലാതെ ഒരു തെറ്റിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ആലോചനയല്ലാതെ സ്വതന്ത്രമായിട്ട് നമുക്ക് സമാധാനത്തോടെ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ചർച്ചയിൽ വരാൻ പോകുന്നത്. അത്തരം കാര്യങ്ങൾ അടുത്ത രണ്ട് പേപ്പറുകളിലായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ഈ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാർട്ട് 2 അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ലുക്മാൻ വാഫി അസരിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ വബഅദ്. വിഷയം ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണം. ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇടപാടുകളുടെ നിയമങ്ങൾ. സാമ്പത്തിക വിശുദ്ധിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഇസ്ലാം വിശുദ്ധി നിലനിർത്താൻ ഇടപാടുകളിൽ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവകൾ പാലിച്ചുകൊണ്ടാണ് ഇടപാടുകൾ നടക്കേണ്ടത്. പലിശ അതുപോലത്തെ മറ്റു നിഷിദ്ധമായ കാര്യങ്ങൾ എല്ലാം ഇടപാടുകളിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ഇടപാടുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടം അല്ലാഹു അനുവദനീയമാക്കുകയും പലിശയെ അല്ലാഹു നിഷിദ്ധമാക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ. അപകടങ്ങൾ കാരണവും അക്രമങ്ങൾ കാരണമായും വ്യക്തികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ഭാരം, ആ ഭാരം കുറക്കാൻ പരസ്പരം സഹകരിക്കുന്ന സമ്പ്രദായത്തിന് നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അഥവാ റിസ്ക് പങ്കിട്ടെടുക്കുക എന്നുള്ളത്, റിസ്ക് സ്പ്രെഡ് ചെയ്യുക, അത് പങ്കിട്ടെടുക്കുക എന്നതിന് നീണ്ട ചരിത്രമുണ്ട്. നേരത്തെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ കച്ചവട ആവശ്യത്തിന് കപ്പൽ മാർഗവും കരമാർഗവും ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ കൊള്ള സംഘങ്ങളുടെ ആക്രമണങ്ങളും പിടിച്ചുപറിയുമൊക്കെ പഴയ കാലത്ത് ഇന്നത്തിലേറെ കൂടുതലുണ്ടായിരുന്നല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ കച്ചവടക്കാർക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് പങ്കിട്ടെടുക്കാൻ, ആ റിസ്ക് പങ്കിട്ടെടുക്കുന്ന ഒരു രീതി ബാബിലോണിയയിലും ചൈനയിലും അതുപോലുള്ള മറ്റ് പല പ്രദേശങ്ങളിലും വളരെ കാലം മുമ്പ് തന്നെ ഉണ്ട്.
ഈ റിസ്ക് പങ്കിട്ടെടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന നിലക്ക് ആ ചരിത്രവുമായി ഇതിനെ ബന്ധപ്പെടുത്താമെന്നേ ഉള്ളൂ. റിസ്ക് പങ്കിട്ടെടുക്കുക എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അതുതന്നെയാണ് ഇൻഷുറൻസിലും വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ആ മുഖഭാഷണത്തിൽ പറഞ്ഞതുപോലെ പ്രമുഖ സ്വഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഗോത്രക്കാർ ഭക്ഷണം കുറയുന്ന നേരത്ത് യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അവർ കയ്യിലുള്ള ഭക്ഷണങ്ങളെല്ലാം സ്വരൂപിച്ച് ആ ഗോത്രക്കാർ മുഴുവനും അവരുടെ ഭക്ഷണങ്ങൾ മുഴുവനും സ്വരൂപിച്ച് തുല്യമായി വിഹിതിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബുഖാരി സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ തൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഫഹും മിന്നി വ അന മിൻഹും എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അവരെന്നിൽപ്പെട്ടവരാണ്, ഞാൻ അവരിൽപ്പെട്ടവരാണ്. റിസ്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു രൂപമാണ് ഈ ഹദീസിലും നമ്മൾ കാണുന്നത്. ഈ ഹദീസിന് വ്യാഖ്യാനം പറഞ്ഞ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ തൻ്റെ ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം പറഞ്ഞെടുത്ത് പ്രത്യേകമായി എടുത്ത് പറയുന്നു, വലീസൽ മുറാദു ബിഹാദ അൽ ഖിസ്മത്ത് അൽ മഅറൂഫത ഫീ കുതുബിൽ ഫിഖ് ബിശുറൂതിഹ വമനഇഹ ഫി ദിബവിയാതി വസ്തിറാത്തിൽ മുസാവാതി വഗൈരിഹ. അവർക്കിടയിൽ അത് ഒരുമിച്ച് കൂട്ടി പിന്നീട് വിഭജിക്കും, തുല്യമായി വിഭജിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഫിഖ് ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട ഖിസ്മത്തല്ല, കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഷയിലുള്ള ഒരു ഓരിവെക്കലായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. വഇന്നമൽ മുറാദു ഹുന ഇബാഹത്തു ബഅദിഹിം ബഅദ. അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം പരസ്പരം ഹലാലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം തീരെ വിഹിതം കൊടുക്കാനില്ലാത്ത ആളുകൾക്കും കുറച്ച് വിഹിതം കൊടുത്ത ആളുകൾക്കും കൂടുതൽ വിഹിതം കൊടുത്ത ആളുകൾക്കും ഒരുപോലെയാണ് വിഹിതിച്ചിരുന്നത്. ഇത്തരം പരസ്പര സഹകരണ ചിന്തകളും പ്രവർത്തികളും ആധുനിക രൂപം പ്രാപിച്ചതാണ് ഇന്നത്തെ ഇൻഷുറൻസും ക്ഷേമനിധികളും. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് റിസ്ക് പങ്കിട്ടെടുക്കലാണ്. അതിൻ്റെ ഒരു ആധുനിക രൂപമാണ് ഇൻഷുറൻസും ക്ഷേമനിധികളും. ഇൻഷുറൻസ് പ്രത്യേകം രൂപകൽപ്പന ചെയ്യപ്പെട്ട ചില കമ്പനികളാണ് നടത്തി വരുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ മേൽനോട്ടം അതുമായി ബന്ധപ്പെട്ട ഒരു അതോറിറ്റിക്കാണ്, ഒരു റെഗുലേറ്ററി ബോർഡിനാണ്, റെഗുലേറ്ററി അതോറിറ്റിക്കാണ്. ആ അതോറിറ്റിയുടെ മെമ്പർമാരെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് 1999 അത് സംബന്ധിച്ചുള്ള ആക്ട് പ്രകാരം 2000 മുതൽ നിലവിൽ വന്നിട്ടുള്ള 2000 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതോറിറ്റിയാണ്. എന്നാൽ ക്ഷേമനിധികൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ചില കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള സംരംഭങ്ങളാണ്. പല ക്ഷേമനിധികളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഓരോരോ വ്യത്യസ്ത കൂട്ടായ്മകൾ നടത്തുന്ന സംരംഭങ്ങളാണ് അത്തരം ക്ഷേമനിധികൾ. മനുഷ്യൻ്റെ ആരോഗ്യം, തൊഴിൽ, വാഹനം, കച്ചവടം, സമ്പത്ത്, ജീവൻ തുടങ്ങിയ സർവ്വതും ഇൻഷൂർ ചെയ്യുന്ന ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഒരു പഠന സെമിനാറാണ് ഇവിടെ സമർപ്പിക്കുന്നത്. കാലാകാലങ്ങളിൽ ഉടലെടുക്കുന്ന വിവിധങ്ങളായ സാമ്പത്തികവും അല്ലാത്തതുമായ ഇടപാടുകൾ, ആ ഇടപാടുകളുടെ ശരിയും തെറ്റും മനസ്സിലാക്കിയാണ് അത് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാതെ മാറ്റിവെക്കേണ്ടതും. അന്യരുടെ സമ്പത്ത് അനർഹമായി കൈവശപ്പെടുത്തുന്നതിന് ഇസ്ലാം ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല. നിഷിദ്ധ മാർഗങ്ങളിലൂടെയുള്ള സമ്പാദനവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പലിശ എന്നും ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇൻഷുറൻസിനെ പഠനവിധേയമാക്കുന്നത്. ഇൻഷുറൻസ് പല വിധമുണ്ട്. ആമുഖ ഭാഷണത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്ന 2 വിഭാഗമാണ് പൊതുവെ പ്രധാനമായി പറയപ്പെടുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ കീഴിൽ വരുന്നതാണ്. ആരോഗ്യ, അപകട, വാഹന, തൊഴിൽ ഇൻഷുറൻസുകളെല്ലാം ജനറൽ ഇൻഷുറൻസിൻ്റെ ഗണത്തിലാണ് എണ്ണപ്പെടുന്നത്. ജനറൽ ഇൻഷുറൻസ് ഒരു കടമിടപാടല്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനെ പഠിക്കുകയും ഇതിൻ്റെ വിധി പറയുകയും ചെയ്ത പലരും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത് കടമാണ്, അത് കടമിടപാടാണ് എന്നുള്ളതാണ്.
ജനറൽ ഇൻഷുറൻസ് ഒരു കടമിടപാടല്ല. കടമിടപാട് എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല തൻ്റെ തുഹ്ഫയിൽ 5-ാം വാളിലെ 36-ാം പേജിൽ പറയുന്നു, തംലീഖു ശൈഇ ബിറദ്ദി ബദലിഹി, നൽകപ്പെടുന്ന സാധനത്തിന് സമാനമായത് തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഒരു വസ്തു മിൽക്കാക്കി കൊടുക്കുക, ഉടമപ്പെടുത്തി കൊടുക്കുക, അതിൻ്റെ ഓണർഷിപ്പാണ് കൊടുക്കുക. തംലീഖു ശൈഇ ബിറദ്ദി ബദലിഹി, ഇതാണ് കടം എന്നുള്ളത്. പോളിസി എടുത്ത് പ്രീമിയം അടച്ചവർക്ക് അടച്ച സംഖ്യയോ അതിലധികമോ തിരിച്ച് നൽകുന്ന സംവിധാനമല്ല ജനറൽ ഇൻഷുറൻസ്. പോളിസി നിലനിൽക്കുന്ന കാലയളവിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഏതെങ്കിലും അപകടങ്ങളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ പണം നൽകുകയോ സഹായിക്കുകയോ ചെയ്യും എന്ന വാഗ്ദാനമാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നത്. ജനറൽ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതിൽ പോളിസി എടുത്തു പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ന കവറേജ് തിരിച്ചു തരും എന്നല്ല പറയുന്നത്. ജനറൽ ഇൻഷുറൻസിൻ്റെ സ്വഭാവം, നിങ്ങൾ പ്രീമിയം അടച്ചാൽ, പോളിസി എടുത്താൽ, പ്രീമിയം അടച്ചാൽ നിങ്ങൾക്ക് ഇന്ന സാധനം തിരിച്ചു തരും എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് വാഹന ഇൻഷുറൻസ് ആണെങ്കിൽ വാഹനത്തിന് അപകടം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ സഹായിക്കാം, അത്രേ ഉള്ളൂ. അധിക ക്ഷേമനിധികളുടെയും സ്വഭാവം ഇത് തന്നെയാണ്. ഇൻഷുറൻസിലാവുമ്പോൾ പ്രീമിയം പോളിസി എന്നൊക്കെ നമ്മൾ പറയും. അതിന് പകരം ക്ഷേമനിധികളിലാകുമ്പോൾ അത് മെമ്പർഷിപ്പ് വിഹിതം എന്ന് പറയും. ഇത്രേ വ്യത്യാസമുള്ളൂ. ഈ സ്വഭാവത്തിലുള്ള ഇടപാടുകൾ കടമിടപാട് ആയോ, ഖർള് എന്ന് പറയുന്ന കടമിടപാടായോ, പരസ്പരം കൈമാറ്റം നടത്തുന്ന മുആവള ഇടപാട് ആയോ പരിഗണിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ കച്ചവടം എന്നുള്ളത്, ഞാൻ കാശ് കൊടുക്കുകയാണെങ്കിൽ സാധനം ഇങ്ങോട്ട് വാങ്ങുന്നു, കാശ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, ഇതാണല്ലോ കച്ചവടം. വാടക, ഇജാറത്ത്, ഞാൻ വാടക കൊടുക്കുന്നു, ഒരു സാധനത്തിൻ്റെ മംഫഅത്ത്, അതിൻ്റെ ഉപകാരം ഞാൻ വാങ്ങുന്നു. ഇങ്ങനെയല്ല, ഇതാണ് മുആവള. മുആവളകളിൽ പെടുന്നതാണ് കച്ചവടം, ഇജാറത്ത് ഉൾപ്പെടെയുള്ളത്. ജനറൽ ഇൻഷുറൻസ് ഇങ്ങനെ ഒരു കടമിടപാടോ മുആവള ഗണത്തിൽപ്പെട്ട കൈമാറ്റ ഇടപാടോ അല്ല. ഇനി അവിടെ നേരത്തെ ഞാൻ കടമിടപാടിൻ്റെ വിഷയം പറഞ്ഞ പോലെ എന്തിനാണ് മുആവള ഇടപാടല്ല എന്ന് പറഞ്ഞത്? ജനറൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠനം നടത്തി അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകൾ അതിനെ സമീപിക്കുന്നത് ഒന്നുകിൽ അത് കടമിടപാടായിട്ട് അല്ലെങ്കിൽ അത് കച്ചവടമാണ് എന്നാണ് അവരതിനെ സമീപിക്കുന്നത്. മുആവളയാണ് കച്ചവടം, മുആവളയിൽപ്പെട്ടതാണ് കച്ചവടം. എന്നാൽ ജനറൽ ഇൻഷുറൻസ് അങ്ങനെ കടമിടപാടോ മുആവള കൈമാറ്റ ഇടപാടോ അല്ല എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ് നമുക്ക് മനസ്സിലായല്ലോ. ആ ഗണത്തിൽപ്പെട്ടതല്ല അത്. സമാനമായ ഗണങ്ങൾ, ജുആല, ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന സാധനം ഇന്ന കാര്യം ചെയ്താൽ ഇത്ര തരാം എന്നുള്ള ജുആല, ആ ജുആല ഗണത്തിൽപ്പെട്ടതുമല്ല ഇൻഷുറൻസ്. കടമിടപാട് അല്ലാത്ത പോലെ ഇൻഷുറൻസ് കച്ചവട ഇടപാടുമല്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫയിൽ 4-ാം ഭാഗം 2-ാം പേജിൽ അഖ്ദുൻ യതളമ്മനു മുഖാബലത മാലിൻ ബിമാലിൻ ബിശർത്തിഹി, അഖ്ദുൻ യതളമ്മനു മുഖാബലത മാലിൻ ബിമാലിൻ ബിശർത്തിഹി, മാലിന് പകരം മാല്, ഇതാണ് ബൈഅ എന്ന്. മൂല്യമുള്ള ഒരു വസ്തുവിന് പകരം ഉടമപ്പെടുത്തി കൊടുക്കലാണ് കച്ചവടം. കച്ചവടത്തിന് ഇരുഭാഗത്തു നിന്നുമുള്ള നിർണിത വസ്തു ഉണ്ടാകും. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, സാധനം അങ്ങോട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, സാധനം ഇങ്ങോട്ട് വാങ്ങുന്നു. രണ്ട് ഭാഗത്തു നിന്നും നിർണിത വസ്തു കച്ചവടത്തിലുണ്ടാകും, മുആവളകളിൽ ഉണ്ടാകും. നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് ജനറൽ ഇൻഷുറൻസ് ഒരു കച്ചവടം ഇടപാടല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസിന് പോളിസി എടുത്തു, പ്രീമിയം അടച്ചു, അതിൻ്റെ അർത്ഥം കവറേജ് നമുക്ക് കിട്ടുമെന്നല്ല. അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്. അത് ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സഹായം കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് ഒരു കച്ചവട ഇടപാട് അല്ലാത്തതിനാൽ
കച്ചവടത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും അതിൽ പരിശോധിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ ജനറൽ ഇൻഷുറൻസ് പോലെ തന്നെയാണ് ലൈഫ് ഇൻഷുറൻസിലെ ചില ഇനങ്ങൾ. ഇന്ന് നിലവിലുള്ള ഇൻഷുറൻസുകൾ അതിനെ എങ്ങനെയാണ് കർമ്മശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിതുവരെ പറഞ്ഞത് അത് മുആവള ഇനത്തിൽപ്പെട്ടതല്ല, കൈമാറ്റ ഇടപാടുകളിൽപ്പെട്ടതല്ല, അത് കടമിടപാടുമല്ല. എന്നാൽ പിന്നെ അതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഷാഫി കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ 2 ഇനങ്ങളായിട്ട് നമുക്ക് ഇൻഷുറൻസിനെ തിരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ 2 ഇനങ്ങൾ. ഒന്ന്, പരസ്പര കൈമാറ്റം ഇല്ലാത്ത സഹായ ഇടപാട്, ആരോഗ്യ വാഹന അപകട ഇൻഷുറൻസുകൾ പോലെ. അതേപോലെ ചില ലൈഫ് ഇൻഷുറൻസുകളും ഈ ഗണത്തിൽപ്പെടുന്നു. പരസ്പര കൈമാറ്റ ഇടപാട് അവിടെ അല്ല. പോളിസി എടുത്താൽ പ്രീമിയം അടച്ചാൽ ഇന്നത് തരാം, കവറേജ് ഇന്ന് തരാം എന്നുള്ള അത് നേരെ ഇടപാട് നടത്തുന്ന ഒരു സഹായ ഇടപാട് അവിടെ അല്ലാത്തത്. 2, പരസ്പര കൈമാറ്റമുള്ള സഹായ ഇടപാട്, മുആവദത്തുള്ള സഹായം ഇടപാട്, മുആവദത്തില്ലാത്ത സഹായ ഇടപാട്. ഇങ്ങനെ 2 ആയിട്ട് തിരിക്കാം. ഈ മുആവദത്തുള്ള പരസ്പര കൈമാറ്റമുള്ള സഹായ ഇടപാടിൽ പെട്ടതാണ് ചില ലൈഫ് ഇൻഷുറൻസുകൾ. ഇപ്പോൾ എൻഡോമെൻ്റ് പോളിസി, അതേപോലെ യുലിപ്സ് എന്ന് പറയുന്നത്, അതേപോലെ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഇതൊക്കെ മുആവദത്തുള്ള പരസ്പര കൈമാറ്റമുള്ള സഹായ പദ്ധതികളാണ്. അതായത് എൻഡോമെൻ്റ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ ഇത്ര കവറേജ് തരും, മരിക്കുകയാണെങ്കിൽ നിൻ്റെ അനന്തരാവകാശിക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് നോമിനിക്ക് ഇത്ര കവറേജ് കൊടുക്കും. ആ വർഷത്തിൻ്റെ ഉള്ളിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ പോളിസി ഉടമയ്ക്ക് നൽകും. ഇതാണ് എൻഡോമെൻ്റ് പോളിസിയിൽ വരുന്നത്. യുലിപ്സിൽ ആ പോളിസി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കവറേജ് തുകയും പിന്നെ ബോണസ് ഉണ്ടെങ്കിൽ ബോണസും തരാം എന്ന് പറയുന്ന പോളിസികളാണ് യുലിപ്സ് ഉള്ളത്. ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ പ്രീമിയം അടക്കണം, മരിച്ചാൽ എന്തായാലും അനന്തരാവകാശിക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതൊക്കെ പ്രീമിയം അടച്ച് പോളിസി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നേരെ കവറേജ് അവർക്ക് അവരുടേതാണ്, കവറേജ് അവർ സ്വന്തമാക്കുന്ന ഇടപാടാണ്. ഇങ്ങനെ പരസ്പരം കൈമാറ്റമില്ലാത്ത സഹായമിടപാട് ജനറൽ ഇൻഷുറൻസിൽ വരുന്ന പോലെ, അതുപോലെ ഈ പറഞ്ഞ ഇതൊന്നും അല്ലാത്ത പൊതുവെ ലൈഫ് ഇൻഷുറൻസിൽ വരുന്ന ഇടപാടുകൾ പരസ്പര കൈമാറ്റമുള്ള മുആവദത്തുള്ള ഇടപാടുകളാണ്. ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് തിരിക്കാം. പരസ്പര കൈമാറ്റമുള്ളത്, പരസ്പര കൈമാറ്റം ഇല്ലാത്തത്. കേവല സഹായ ഇടപാടായ ജനറൽ ഇൻഷുറൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം ആ ജനറൽ ഇൻഷുറൻസ്, അതുപോലെ ആ ഗണത്തിൽപ്പെടുന്ന ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികളും കടമിടപാടോ പരസ്പര കൈമാറ്റ ഇടപാടോ അല്ല. എന്നാൽ പിന്നെ അതെന്താണ്? കേവല സഹായ ഇടപാടായ ജനറൽ ഇൻഷുറൻസ് ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള അഖദ് ഇർഫാഖ്, അഖദ് ഇർസാഖ്, അഖദ് തബറുഅ് എന്നൊക്കെ പറയപ്പെട്ടിട്ടുള്ള നമ്മുടെ ഷാഫി ഗ്രന്ഥങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന അനുവദനീയമായ സാമ്പത്തിക ഇടപാടുകളുടെ ഗണത്തിലാണ് ജനറൽ ഇൻഷുറൻസിനെയും അതേ സ്വഭാവത്തിലുള്ള ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികളെയും ഉൾപ്പെടുത്താൻ പറ്റുക. പരസ്പര കൈമാറ്റം അടിസ്ഥാനമല്ലാത്ത, അതായത് മുആവദ അല്ലാത്ത, എന്നാൽ അപരന് സഹായമാകുന്ന ചില ഇടപാടുകൾ നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഫുഖഹാക്കൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ഷാഫി മദ്ഹബിലെ വളരെ ഗ്രന്ഥമായ പ്രബല ഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹിയുടെ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 6-ാം ഭാഗം 121-ാം പേജിലും 371-ാം പേജിലും, അതുപോലെ ഷാഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥമായ നിഹായത്തുൽ മുഹ്താജ്, ഇമാം റംലിയുടെ നിഹായത്തുൽ മുഹ്താജിൻ്റെ 5-ാം ഭാഗം 473-ാം പേജിലും
ഇങ്ങനെയുള്ള ചില ഇടപാടുകൾ പരാമർശിക്കുന്നുണ്ട്. ഇത് ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഹുജ്ജ അന്നി വ ഉഅതീക നഫഖതക്, ഹുജ്ജ അന്നി വ ഉഅതീക നഫഖതക്, നീ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൂ, നിനക്ക് ഞാൻ ചെലവ് തരാം എന്ന് പറഞ്ഞാൽ ഇത് ഇജാറത്തല്ല, ജുആലിയല്ല. കാരണം ഇജാറത്താണെങ്കിൽ അജ്ർ മാലൂമാക്കും, ഉജറത്ത് മാലൂമാവണം. വാടകയാണെങ്കിൽ വാടക എത്രയാണെന്ന് അറിയണം. ജുആലാണെങ്കിൽ ഇനാം ഗണത്തിൽപ്പെട്ടതാണെങ്കിൽ എത്രയാണ് ഇനാം പ്രഖ്യാപിച്ച ജോലി, ആ ഇനാം സംഖ്യ, പ്രതിഫലം എത്രയാണ് എന്നറിയണം. ഇവിടെ പറയുന്നത് ഉഅതീക നഫഖ എന്നാണ്. അതുകൊണ്ട് ഇത് ഇജാറത്തും അല്ല, ജുആലും അല്ല. കാരണം കൂലി ഇടപാടിലും ഇനാം ഇടപാടിലും പ്രതിഫലം എത്രയാണെന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇവിടെ എത്രയാണ് പകരം ലഭിക്കുക എന്നറിയില്ല. ഈ കാര്യം പറഞ്ഞ ശേഷം തുഹ്ഫയിലും നിഹായയിലും പറയുന്നത് ഇത് അഖദ് ഇർസാഖാണ്, അഖദ് ഇർഫാഖാണ് എന്നാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ 6-ാം വാള്യം 371-ാം പേജിൽ ഈ കാര്യത്തെക്കുറിച്ച് ലിഅന്നഹു ഇർസാഖുൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിഹായത്തുൽ മുഹ്താജ് 5-ാം പേജിൽ 473-ാം പേജിൽ ലിഅന്ന ഹാദാ ഇർഫാഖുൻ എന്ന് പറയുന്നുണ്ട്. ഇതിനെ ഇജാറത്തിൻ്റെ ഗണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ല. കാരണം ഇത് ഇജാറത്ത് ഗണത്തിൽ പെട്ടത് തന്നെ അല്ലല്ലോ. ലിഅന്ന ഹാദാ ഇർഫാഖുൻ, അത് ഇർഫാഖാണല്ലോ എന്ന് മഹാനായ ഇമാം റംലി റഹിമഹുല്ലാ അവിടെ പറയുന്നുണ്ട്. സമാനമായ ഒരു സന്ദർഭത്തിൽ അഖദു ഇർഫാഖ് എന്ന് തുഹ്ഫ ഉപയോഗിച്ചതിന് ഹാഷിയത്തു ഷർവാനി ഐ അഖദു തബർറുഇൻ, അഖദു ഇർഫാഖ് എന്ന് ഉപയോഗിച്ചതിന് ഷർവാനി ഐ അഖദു തബർറുഇൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഈ ഇർഫാഖ് ഇടപാടിലാണ്, അഖദ് ഇർഫാഖിലാണ്, സഹായ ഇടപാടിലാണ് ഇൻഷുറൻസ് പെടുക. പ്രതിവർഷം ഒരു ദിവസത്തെ വേതനം വിഹിതം, ഒരു വർഷത്തെ വേതന വിഹിതമടച്ചും പ്രതിവർഷം ആകെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനമടച്ചും പ്രതിമാസം നിശ്ചിത വിഹിതമടച്ചും സഹായ ലഭ്യതയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രം വിവാഹം, ഭവന നിർമ്മാണം, അപകടം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ പല തൊഴിൽ മേഖലകളിലും പ്രവാസികൾക്കിടയിലുമൊക്കെ നടന്നു വരുന്നുണ്ട്. ഇവയെല്ലാം സഹായ ഇടപാടുകൾ ആയതിനാൽ സഹായ ഇടപാട് ആയ ഇൻഷുറൻസ് പോലെ അനുവദനീയമാണ്. എന്നാൽ നിശ്ചിത കാലാവധി എത്തിയാൽ നൽകിയതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ നൽകിയതിൽ അധികം തീർച്ചയായും തിരിച്ചു നൽകും എന്ന വ്യവസ്ഥയിൽ നടക്കുന്ന ഇൻഷുറൻസുകളും നിക്ഷേപ പദ്ധതികളും ക്ഷേമനിധികളും അനുവദനീയ ഗണത്തിൽ പെടില്ല. ഈ ഇടപാടുകൾ പകരം കൈമാറ്റമുള്ള മുആവള ഇടപാടുകളിലാണ് പെടുന്നത്. കൊടുത്ത സംഖ്യക്ക് പകരം കൂടുതൽ സംഖ്യ നിബന്ധന വെക്കുന്ന ഇടപാട് പലിശ രീതിയാണല്ലോ. അപ്പോൾ അടച്ച സംഖ്യ പൂർണ്ണമായും കിട്ടും, അതിലധികവും കിട്ടും എന്ന് നിബന്ധന പറയുന്ന ഇൻഷുറൻസ് പോളിസികൾ, അതുപോലുള്ള ക്ഷേമ പദ്ധതികൾ, ഇവയെ സംബന്ധിച്ചിടത്തോളം അത് മുആവളയാണെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ അവിടെ കഴിയൂല, പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടത് പ്രശ്നമാണ്. പിന്നെ അടച്ച സംഖ്യക്ക് അധികം തരിക എന്ന് പറയുമ്പോൾ അവിടെ പലിശയും വരുന്നുണ്ട്. പൗരന്മാരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇൻഷുറൻസ് കമ്പനികൾക്ക് സർക്കാർ വിഹിതം നൽകിയും സർക്കാരുകൾ നേരിട്ടും പൗരന്മാരുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഇൻഷുറൻസ് സിസ്റ്റങ്ങളും ചികിത്സാ സഹായങ്ങളും ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും നിലവിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. അതനുസരിച്ചാണ് ഈ കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. അഖദ് ഇർഫാഖ് എന്നാണ് നമ്മൾ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസിനെയും അതേ സ്വഭാവത്തിലുള്ള ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികളെയും ഇപ്പോൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഷാഫി കർമ്മശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ വേണമെങ്കിൽ നമുക്ക് മറ്റു രീതിയിലും ഇതിനെ കാണാൻ സാധിക്കും. അപ്പോൾ അഖദ് ഇർഫാഖ് എന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നമുക്കിതിനെ നിബന്ധന വെച്ചുകൊണ്ടുള്ള ഹിബത്ത് ആയും ഈ ഇൻഷുറൻസിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ഹിബത്ത്, ഷർത്ത് വെച്ചുകൊണ്ടുള്ള ഹിബത്ത്. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ തൻ്റെ തുഹ്ഫയിൽ 6-ാം വാള്യം 314-15 പേജിൽ
വലു അഹ്ദാലഹു ഷൈഅൻ അലാ അൻ യഖ്ദിയ ലഹു ഹാജതൻ ഫലം യഫ്അൽ ലസിമഹു റദ്ദുഹു ഇൻ ബഖിയ വ ഇല്ലാ ഫബദലുഹു. കണ്ടീഷൻ വെച്ച് ഹദിയ കൊടുത്താൽ, എൻ്റെ ഒരു കാര്യം നിറവേറ്റി തരണം എന്ന കണ്ടീഷനോട് കൂടെ ഹദിയ കൊടുത്താൽ ലസിമ ഫലം യഫ്അൽ, ആ ഹദിയ ആരാണോ സ്വീകരിച്ചത് അയാൾ ആ കണ്ടീഷൻ നടപ്പാക്കിയതില്ല എങ്കിൽ ലസിമഹു റദ്ദുഹു, ആ കാശ് തിരിച്ചു കൊടുക്കാൻ നിർബന്ധമാണ്. ഇൻ ബഖിയ, അതവിടെ ഉണ്ടെങ്കിൽ, വ ഇല്ല ഫബദലുഹു, അതില്ലെങ്കിൽ അതിൻ്റെ പകരം തിരിച്ചു കൊടുക്കാൻ നിർബന്ധമാണ് എന്ന് മഹാനായ ഇമാം ഇബ്ൻ ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ആ ചർച്ചയുടെ ഭാഗത്ത് തന്നെ ഹദിയക്കും ഹിബത്തിനും സദഖക്കുമൊക്കെ ഇത് ബാധകമാണ് എന്നും ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ തങ്ങൾ പറയുന്നുണ്ട്. ഇത് ഹിബത്ത് ബി ഇവദോ ഹിബത്ത് ബി സവാബോ എന്നൊന്നുമല്ല എന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ചർച്ച വരുന്നതും. തൻ്റെ ആവശ്യം അഥവാ രോഗചികിത്സ, അപകടം വഴിയുള്ള നഷ്ടങ്ങൾ പരിഹരിക്കൽ, പോലുള്ള കാര്യങ്ങൾ നിറവേറ്റി തരണമെന്ന നിബന്ധനയോടെ ഒരാളിൽ നിന്നും പണം സ്വീകരിച്ച ശേഷം ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ സ്വീകരിച്ച പണമോ അതിന് പകരമോ തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തുഹ്ഫയിൽ പറഞ്ഞ ഈ കാര്യം തന്നെ ഫത്തുൽ മുഈനിലും മറ്റ് ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് സെമിനാർ സമിതി, ഫിഖ് കൗൺസിലും സെമിനാർ സമിതിയും ഈ വിഷയത്തെക്കുറിച്ച് എത്തിയിട്ടുള്ള നിരീക്ഷണം. ഇനി ഇൻഷുറൻസിനെ സംബന്ധിച്ച് ആധുനിക പണ്ഡിത ചർച്ചകളിൽ ഇൻഷുറൻസിനെ വേറെ ചില രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന് തഅ്മീന് തആവുനി, തഅ്മീന് തിജാരി, തഅ്മീൻ ഇജ്തിമാഇ എന്ന രീതിയിൽ ഇനങ്ങൾ തിരിച്ചുകൊണ്ട് അതിൽ നിന്ന് തആവുനിയും ഇജ്തിമായും, തഅ്മീൻ തആവുനി, തഅ്മീൻ ഇജ്തിമാഇ ഇത് രണ്ടും അനുവദനീയമാണെന്നും തഅ്മീൻ തിജാരി അനുവദനീയമല്ലെന്നും ചില ആധുനിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. തിജാരി എന്നത് മുആവള ഇടപാടാണെന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഇവള് ഇല്ല എന്നും നിർണിതമല്ല എന്നുമാണ് ഇങ്ങനെ വർഗീകരിച്ചവർക്ക് അവർ തിജാരിയെ മൊത്തത്തിൽ നിഷിദ്ധമാക്കാൻ അവർ കണ്ട കാരണം. അവരുടെ നിരീക്ഷണം അങ്ങനെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തഅ്മീൻ തിജാരിയും തഅ്മീൻ തആവുനിയും മുആവള ഇടപാട്, പരസ്പര കൈമാറ്റ ഇടപാട് അല്ല എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്നും അക്കാര്യം വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ചർച്ച നേരത്തെ കഴിഞ്ഞു. നമ്മളിപ്പോൾ പറയുന്നത് ആധുനിക പണ്ഡിതന്മാരെ ഇതിനെങ്ങനെ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ആ ഗണത്തിൽ ഇൻഷുറൻസിനെ ലമാനായിട്ട്, ജാമ്യമായിട്ട് പരിഗണിച്ച ആളുകളുണ്ട്. ഇൻഷുറൻസ് കർമ്മശാസ്ത്രം പരിചയപ്പെടുത്തിയ ലമാൻ ഗണത്തിൽ പെട്ടതാണെന്നും പക്ഷേ സ്ഥിരപ്പെട്ട ബാധ്യതയിൽ മാത്രമേ സാമ്പത്തിക ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും ഉണ്ടാവാനിരിക്കുന്ന ബാധ്യതയ്ക്ക് ജാമ്യം നൽകൽ ശരിയാകാത്തതിനാൽ ഇൻഷുറൻസ് പോലുള്ള ഇടപാട് ശരിയല്ലെന്നും നിരീക്ഷിച്ച പണ്ഡിതരെയും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, ഹനഫി മദ്ഹബുകാരനായ ഇബ്നു ആബിദീൻ തൻ്റെ പ്രസിദ്ധമായ ഹാഷിയത്തു റദ്ദുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. കുറച്ച് വിശദമായി അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വല്ലദി യദ്ഹറുലി അന്നഹു ലാ യഹില്ലു ലിത്താജിരി അഖദു ബദലിൽ ഹാലികി മിൻ മാലിഹി ലിഅന്ന ഹാദാ ഇൽതിസാമു മാ ലാ യൽസം എന്ന് പറയുന്നുണ്ട്. അത് അതിനെ ലൊമാനായി പരിഗണിച്ചതുകൊണ്ടാണ് അങ്ങനെ അതിനെ പരിഗണിക്കേണ്ടതില്ല, അത് അഖദ് ഇർഫാഖാണ് എന്നും ഇനി വേണമെങ്കിൽ അത് ഹിബ ബി ഷർത്ത്, നിബന്ധന കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ഹിബത്താണ് എന്നും അതിനെ പരിഗണിക്കേണ്ടതാണ്. ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെയാണ് അതിനെ പരിഗണിക്കാൻ സാധിക്കുക എന്നുമാണ് ഈ സെമിനാർ സമിതിയുടെ നിരീക്ഷണമുള്ളത്. അതുപോലെ ഇതിനെ ലമാൻ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ഷാഫി ഇമാമിൻ്റെ ഖദീമായ ഒരു അഭിപ്രായം പിടിച്ചുകൊണ്ടുള്ള ചർച്ചയും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അങ്ങനെയും ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട്. സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത അഥവാ ബാധ്യത വന്നിട്ടില്ലാത്ത ലമാനുൽ ലഹ്ദ ഒഴികെയുള്ള ഇടപാടുകളിൽ സാമ്പത്തിക ജാമ്യം പറ്റില്ല എന്നാണ് ഷാഫി ഇമാമിൻ്റെ ജദീദായ അഭിപ്രായവും ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായവും. അതായത് ലമാനുമാല യജീബ്, മാലം യജീബ്, ലമാനുമാലം യജീബ്, സംഭവിച്ചിട്ടില്ലാത്ത കാര്യത്തിന് ജാമ്യം നിൽക്കുക, ഇത് പറ്റൂല, അത് പറ്റൂല എന്നുള്ളതാണ് ഇമാം ഷാഫി തങ്ങളുടെ ജദീദായ അഭിപ്രായം. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലവും. എന്നാൽ അവിടെ ലമാനുദ്ദർക്ക് പറ്റും. ലമാനുദ്ദർക്ക് അതിന് ലമാനുൽ ലഹ്ദ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരാൾ കച്ചവടക്കാരൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങുമ്പോൾ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്, വഞ്ചിതനാകാനും കബളിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ അവിടെ കച്ചവട ഇടപാട് നടത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ കച്ചവട ഇടപാട് നടത്തുമ്പോൾ
ഒരാൾ വന്നിട്ട് ജാമ്യം നിൽക്കുകയാണ്, ഇജ്ജ് വാങ്ങിക്കോ, ഞാൻ ജാമ്യക്കാരനാണ്, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ, അത് മുസ്തഹക്കായാൽ, അത് മറ്റുള്ള ഒരാളുടെ അവകാശമാണെന്ന് തെളിഞ്ഞാൽ, ഇദ്ദേഹം വിറ്റ ആൾ വിറ്റത് അയാൾക്ക് വിൽക്കാൻ പറ്റുന്ന സാധനമല്ല, മറ്റൊരാളുടെ സാധനമാണ് വിറ്റത് എന്ന് അത് മുസ്തഹക്കാണെന്ന് വരികയാണെങ്കിൽ ഞാൻ ജാമ്യക്കാരനാണെന്ന് പറഞ്ഞാൽ അത് ശരിയാകും. അത് ഖിയാസിന് എതിരായിട്ട് തന്നെ, നേരത്തെ പറഞ്ഞ ദമാനിൻ്റെ മാനദണ്ഡത്തിനെതിരായിട്ട് പോലും ഫുഖഹാ അത് ശരിയാകും ലിൽ ഹാജ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യം ഉണ്ടായതുകൊണ്ട്, ആൾക്കാർക്ക് അത് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് അത് ശരിയാകും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദമാനുൽ ലുഹ്ദ അല്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്ത, ബാധ്യത വന്നിട്ടില്ലാത്ത കാര്യങ്ങൾക്ക്, സാമ്പത്തിക ഇടപാടുകൾക്ക് ജാമ്യം നിൽക്കുക എന്നുള്ളത് ശരിയല്ല. ദമാനുൽ ലുഹ്ദ മാത്രമേ ആ ഗണത്തിൽ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇതാണ് ജദീദായ അഭിപ്രായം. എന്നാൽ അവിടെ ഖദീമായ അഭിപ്രായ പ്രകാരം വസഹൽ ഖദീമു ലമാന മാ സയജിബു, തുഹ്ഫ 5-ാം ഭാഗം 247-ാം പേജ്. സഹൽ ഖദീമു ലമാന മാ സയജിബു കസമനി മാ സബിയഹു ലിഅന്നൽ ഹാജ ഖദ് മസ്സ ഇലൈ. മാ സയജിബുൻ്റെ ലമാൻ, സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ബാധ്യതയുടെ ജാമ്യം നിൽക്കുക എന്നുള്ളത് ഇമാം ഷാഫി തങ്ങളുടെ ഖദീമായ അഭിപ്രായ പ്രകാരം ശരിയാകുമെന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് ആ ഗണത്തിൽ നമുക്ക് ഈ തൗമീനിനെ, ഇൻഷുറൻസിനെ പെടുത്താം എന്ന് പറഞ്ഞ ഒരു ചർച്ചയും ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് സ്വീകരിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലമാനിൻ്റെ ഗണത്തിൽ ഇത് പെടുത്തേണ്ടതില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഹഖദ് ഇർഫാഖാണ്, ഹഖദ് തബറു ആണ്. ഇത് അതിന് മറ്റൊരു വീക്ഷണം ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റുമെങ്കിൽ അത് ഹിബ ബി ഷർത്താണ് എന്നാണ് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇമാം ഷാഫി തങ്ങളുടെ ഈ ഖദീമായ അഭിപ്രായം വെച്ചുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത സാമ്പത്തിക ബാധ്യതക്ക് ജാമ്യം അനുവദനീയമാണെന്ന ഷാഫി ഇമാമിൻ്റെ ഖദീമായ അഭിപ്രായ പ്രകാരം ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള മുഴുവൻ ഇൻഷുറൻസുകളും ശരിയാകുമെന്ന് ഖാദി അബി ശുജാ എന്നവരുടെ അൽ ഗായ വ തഖരീബ് എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ അൽ മദാരിജ് ഫി തഖരീരി അൽ ഗായ വ തഖരീബ് എന്ന ഗ്രന്ഥത്തിൽ പാനൂർ തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ എന്നവർ നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ലിൽ ഹാജത്തി ഇലൈഹ എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കമാ അഫ്താ ബിഹി ബഅദു മിനൽ ഹനഫിയ, ചില ഹനഫി പണ്ഡിതന്മാർ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഹനഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയനായ മുസ്തഫ സർക്കയെ പോലുള്ള ആളുകൾ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവരൊക്കെ ഇൻഷുറൻസുകളെ അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച കൂട്ടത്തിലാണ്. അങ്ങോട്ടായിരിക്കാം അതിൻ്റെ സൂചന. കമാ അഫ്താ ബിഹി ബഅദു മിനൽ ഹനഫിയ എന്ന് പറഞ്ഞതിൻ്റെ സൂചന അങ്ങോട്ടായിരിക്കാം. എന്നാൽ അമ്മാ തഅ്മീനുൽ ഹയാത്തി ഫഹറാമുൻ ഖത്അ, ലൈഫ് ഇൻഷുറൻസ് അത് ഹറാമുൻ ഖത്അ എന്നും ഇവിടെ പാനൂർ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ലമാന് ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫി തങ്ങളുടെ ഖദീമായ അഭിപ്രായം പിടിച്ചുകൊണ്ട് ലമാനു മാസ യജീബ് അത് പറ്റുമെന്ന അഭിപ്രായത്തിലാണ് പാനൂർ തങ്ങൾ ഇങ്ങനെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ലമാൻ്റെ ഗണത്തിൽ പെട്ടതല്ല, ഇൻഷുറൻസ് പദ്ധതി എന്നുള്ളത് ആ ഗണത്തിൽ പെട്ടതല്ല എന്നുള്ളതാണ് നമ്മുടെ ആ വിഷയത്തിലുള്ള നിരീക്ഷണം. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, അതേ സ്വഭാവത്തിലുള്ള ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഇത് പരസ്പര കൈമാറ്റ ഇടപാട്, മുആവദ ഇടപാട് അതിൽപ്പെട്ടതല്ല. കടം ഇടപാട് അതിൽപ്പെട്ടതുമല്ല. അത് അഖദ് ഇർഫാഖാണ്, അഖദ് ഇർസാഖ്, അഖദ് തബറു എന്നൊക്കെ നമ്മുടെ ഷാഫി ഫുഖഹാ പരാമർശിച്ചിട്ടുള്ള, നമ്മുടെ പ്രമാണീയ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഇടപാടുകളിൽപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ ചില പരാമർശങ്ങൾ, ചില ഇടപാടുകളെക്കുറിച്ചുള്ള വർത്തമാനം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ടതാണ്. ഇതിനെ ലമാനിൻ്റെ ഗണത്തിലോ മറ്റു ഗണത്തിലോ പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ നിരീക്ഷണം. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.